സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ദീർഘമായൊരു കാലഘട്ടത്തിൻ്റെ ഹരമായിരുന്ന അംബാസഡർ കാറുകളെ കുറിച്ചാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരോട് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. ഒരു 35 കൊല്ലങ്ങൾക്കൊക്കെ മുമ്പ് നമ്മുടെ റോഡ് അടക്കി വാണിരുന്നൊരു വാഹനമാണ് അംബാസഡർ. നമ്മുടെ ഭാരതത്തിൻ്റെ വാഹനങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ തന്നെ അക്കാലത്തെ അംബാസഡർ കാറുകളായിരുന്നു. പല നിറങ്ങളിലുള്ള അംബാസഡർ കാറുകൾ നാമൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് അംബാസഡർ കാറ് ഒരു പുതിയ പുരാവസ്തുവായിരിക്കും. കാരണം പുതിയ തലമുറ ഇന്ന് ഇമ്പോർട്ട് ചെയ്ത പല ലക്ഷറി വാഹനങ്ങളെ കണ്ട് അവർക്ക് അംബാസഡർ കാറിനെ കുറിച്ച് കേട്ടുകേഴ്വി പോലുമുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മുമ്പൊക്കെ കല്യാണങ്ങൾക്ക്, ഒരു 35 കൊല്ലങ്ങൾക്കുള്ള കല്യാണങ്ങൾക്ക് ആളെ കൊണ്ടുപോകുന്നത് ഈ അംബാസഡർ കാറിലായിരുന്നു. അംബാസഡർ കാറിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ സീറ്റ് മുന്നേയും പിന്നെയുമുള്ള ആ സീറ്റ് ഒരു സോഫ കണക്കെ ഇരിക്കാൻ സുഖമുള്ളതായിരുന്നു. ഗിയർ ലിവറാകട്ടെ സ്റ്റിയറിംഗ് വീലിനോട് ചേർന്നാണ് ഘടിപ്പിച്ചിട്ടുള്ളത്. പിന്നെയാണ് അംബാസഡറിൽ പ്ലാറ്റ്ഫോം ഗിയറൊക്കെ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത്. ഇപ്പോൾ അംബാസഡർ കാറ് ചില സ്വകാര്യ വ്യക്തികൾ പൊന്നുപോലെ സൂക്ഷിക്കുന്നു. അപൂർവം ചിലപ്പോൾ ഭാഗ്യമുള്ള ദിവസങ്ങളിൽ 1-2 അംബാസഡർ കാറുകൾ ചില പാതകളിലൂടെ ഓടുന്നതൊക്കെ കാണാം. പണ്ട് ഡോക്ടർമാർ, എൻജിനീയർമാർ തുടങ്ങി സമൂഹത്തിൽ വിലയും നിലയുമുള്ളവരൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു കാറാണ്, ലക്ഷറി കാറാണ് അംബാസഡർ. ഭാരതത്തിൻ്റെ ഒരു സ്റ്റാമ്പ് വാഹനം തന്നെയാണ് അംബാസഡർ കാർ എന്നതിൽ തർക്കമില്ല. അതിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അതിൻ്റെ ഒരു സുഖം മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് എത്രയോ ലക്ഷറി കാറുകൾ, നിങ്ങളും ഞാനും എത്രയോ ലക്ഷറി കാറുകൾ നിരത്തിലൂടെ ഓടുന്നത് കണ്ടിരിക്കുന്നു. നമ്മളിൽ നിങ്ങളും ഞാനുമൊക്കെ സുഹൃത്തുക്കളുടെയെങ്കിലും ചില ബ്രാൻഡ് ലക്ഷറി കാറുകളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന പലർക്കും സ്വന്തമായി തന്നെ ലക്ഷറി കാറുകളുണ്ട് എന്നെനിക്കറിയാം. അപ്പോൾ അംബാസഡറിൻ്റെ ആ ഒരു തലയെടുപ്പ് ഒരു 30 കൊല്ലങ്ങൾക്ക് മുമ്പ് റോഡിലൂടെ ആ തലയെടുപ്പോടുകൂടി അംബാസഡർ കാറുകളൊക്കെ തലങ്ങും വിലങ്ങും ഓടിയിരുന്നത് നാമൊക്കെ ഞാൻ ഉൾപ്പെടുന്ന പഴയ തലമുറ കണ്ടിട്ടും അനുഭവിച്ചിട്ടുമുള്ളതാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് അംബാസഡർ കാറിൽ മുമ്പ് ആ യാത്ര ചെയ്തൊരു സുഖം, പിന്നെ സുഹൃത്തുക്കളുടെയൊക്കെ വ്യത്യസ്ത ബ്രാൻഡിൽപ്പെട്ട ലക്ഷറി കാറുകളിൽ പലതവണ യാത്ര ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആ അംബാസഡറിൻ്റെ ആ പഴയകാല ഒരു സുഖം ഈ ലക്ഷറി കാറുകളിൽ അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അംബാസഡറിൻ്റെ ആ ഒരു തറവാടിത്തം നാമൊക്കെ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ. പണ്ട് കല്യാണങ്ങൾക്ക് ഇന്നാണല്ലോ ടെമ്പോ ട്രാവലറും
മറ്റ് വാനൊക്കെ ഉപയോഗിക്കുന്നത് കല്യാണങ്ങൾക്കൊക്കെ ആളെ കൊണ്ടുപോകാൻ. അന്ന് ഒരു അംബാസഡർ കാറിനുള്ളിൽ 10-15 പേരെയാണ് ഞെരുക്കി ഡ്രൈവർ അതിന് ഉള്ളിൽ കയറ്റുന്നത്. ചില വ്യക്തികൾക്ക് കല്യാണ നടക്കുന്ന സ്ഥലം വരെ മരമറപ്പുകാരൻ്റെ കൂട്ട് കുനിഞ്ഞ് നിന്ന് യാത്ര ചെയ്യേണ്ടി വരും. ഈ കുനിഞ്ഞ് നിൽക്കുന്ന വ്യക്തി ചിലപ്പോൾ ഇരിക്കുന്ന വ്യക്തിയേക്കാളും വലിയൊരു തുക സംഭാവന നൽകുന്നുണ്ടാവും കല്യാണ പെണ്ണിനോ ചെറുക്കനോ. പക്ഷേ ആ കുനിഞ്ഞ നിപ്പിൻ്റെ മാനദണ്ഡം ചിലപ്പോൾ പ്രായം അടിസ്ഥാനപ്പെടുത്തിയാവും ഡ്രൈവർ നിശ്ചയിക്കുന്നത്. അംബാസഡറിൻ്റെ പുറകെയുള്ള ആ സോഫ കണക്കുള്ള സീറ്റിൽ 8-9 പേരെ ഡ്രൈവർ തൻ്റെ മിടുക്കുകൊണ്ട് കുത്തി ഞെരുക്കി കൊണ്ടുപോകാറുണ്ട്. മുന്നേ വല്ല വിധേനയും ഡ്രൈവർ ഉപവിഷ്ടനാകുന്നു മുന്നേ സീറ്റിലും. ഇന്നൊക്കെയാണ് ക്യാബിൻ സീറ്റുകൾ. അന്ന് സോഫ കണക്കെയുള്ള സീറ്റാണ് അംബാസഡറിൽ മുമ്പും പിമ്പും. അതിലൊരു 4-5 പേര് മുന്നേ ഉള്ള സീറ്റിലും ഉണ്ടാവും. പിന്നെ വ്യക്തികളുടെ തടിയും നീളവും ഒക്കെ അനുസരിച്ച് ചിലപ്പോൾ ക്രമീകരണങ്ങളിൽ മാറ്റമുണ്ടാവും. വണ്ണം കുറഞ്ഞവർക്ക് മരമറപ്പുകാരൻ്റെ കൂട്ടുള്ള നിൽപ്പായിരിക്കും ഡ്രൈവർ അനുവദിക്കുക. സംഭാവന ചിലപ്പോൾ ഈ മരമറപ്പ് കണക്കെ നിൽക്കുന്നവർ കൂടുതൽ നൽകിയിട്ടുണ്ടാവും. അതൊന്നും നമ്മുടെ ഡ്രൈവർ സാറിൻ്റെ പരിഗണനയിൽ വരുന്ന വിഷയങ്ങളല്ല. ഇത്തിരി പ്രായം ചെന്നവരും ചില്ലറ ശാരീരിക വൈകല്യങ്ങളോ ഇത്തിരി പൊടി അസുഖമോ ഒക്കെ ഉള്ളവർക്ക് സീറ്റിൽ ഇരിപ്പിടം കിട്ടിയെന്ന് വരും. ഇത്തിരി ആരോഗ്യം തോന്നുന്ന ചെറുപ്പക്കാരെ ഡ്രൈവർ മരമറുപ്പുകാരൻ്റെ കണക്ക് കുനിഞ്ഞു നിൽക്കാൻ നിർദ്ദേശിക്കുകയാണ് ചെയ്യാറ്. എങ്കിൽ പോലും അന്ന് ആ കല്യാണ യാത്രകളും അംബാസഡറിലെ യാത്രകളും പഴയ തലമുറ ആസ്വദിച്ചിരുന്നു എന്ന് വേണം പറയാൻ. മറ്റ് ലക്ഷറി കാറുകൾ അന്ന് നിരത്തിൽ അപൂർവമാണ്. വലിയ പട്ടണങ്ങളിൽ ചിലപ്പോൾ ഉണ്ടാവും. നമ്മുടെ ഗ്രാമപ്പുറത്തെ നിരത്തുകളിലൊക്കെ അംബാസഡറാണ് തലയെടുപ്പോടുകൂടി ഓടിയിരുന്നത്. എന്നെപ്പോലുള്ള വ്യക്തികൾ എത്രയോ തവണ അംബാസഡറിൽ യാത്ര ചെയ്തിരിക്കുന്നു. ആ ഒരു സുഖം ഇന്നും മനസ്സിലുണ്ട്. ഇന്ന് പിന്നെയാണ് മാരുതി തുടങ്ങിയ വാഹനങ്ങളുടെ വരവ്. 80കളുടെ തുടക്കത്തിലൊക്കെയാണല്ലോ മാരുതി രംഗപ്രവേശം ചെയ്യുന്നത്. മാരുതി 800 ഒക്കെ. പിന്നെ ക്രമേണ ഇപ്പോൾ അംബാസഡറിൻ്റെ ആ ഒരു പ്രസക്തി കുറഞ്ഞു. എങ്കിൽ പോലും അംബാസഡറിനോടുള്ള സ്നേഹം പഴയ തലമുറക്ക് ഇന്നും അവരുടെ മനസ്സിൻ്റെ കോണിലുണ്ട്. പ്രതികരിക്കുക സുഹൃത്തുക്കളുടെ, നിങ്ങളുടെ അംബാസഡർ അനുഭവം പ്രതികരിക്കുക. നന്ദി, നമസ്കാരം.